ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാനിപ്പം വീട്ടിലാണുള്ളത്. വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയാവാറായി. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവുന്നത്. ഞങ്ങൾ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുചേട്ടനും അനിയനും തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ആ ഒരു 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള സമയമാണ്. അപ്പോൾ ഒന്ന് ഫ്രീ ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങാന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് അമ്മയുടെ വാർഡ്രോബ് ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കിയതാണ്. അപ്പൊ അത് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അലങ്കോലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അലങ്കോലമല്ല, എന്നാലും ചെറിയ രീതിയിൽ അലങ്കോലമായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയുടെ സാരി കളക്ഷൻസ് നിങ്ങളായിട്ടൊന്ന് കാണിക്കാന്നുള്ളത്. അപ്പൊ ഇന്നിപ്പോ മാത്തൻ ഇല്ല കേട്ടോ എന്റെ കൂടെ. ഇപ്പൊ വീട്ടിൽ വന്ന മാത്തൻ എപ്പോഴും തറവാട്ടിലായിരിക്കും. മാത്തൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രിയം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആണ്. ഇപ്പൊ എനിക്ക് സാവധാനം കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അവിടെ അമ്മമ്മയുടെ പുറകിലൊക്കെ അവൻ കൂടെ കളിച്ചോളും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആളിവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് കളിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞാൻ വെക്കാറില്ല. അവന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഞാൻ കാണിക്കാട്ടോ അമ്മയുടെ ഓരോ കളക്ഷൻസ്. അമ്മയ്ക്ക് സാരീസ് ഒരുപാട് സാരീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇപ്പോൾ ഒരുപാട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് സാരീസ് ഉണ്ടായിരുന്നു. അമ്മ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഞങ്ങൾ വന്നിട്ട് അമ്മയുടെ സാരീസ് കൊണ്ടുപോകും, അതേപോലെ കസിൻസ് കൊണ്ടുപോകും. അങ്ങനെ കുറേ ആൾക്കാർ അമ്മയുടെ സാരീസ് കൊണ്ടുപോകും. അപ്പം ഇപ്പോൾ ഉള്ള സാരീസ് ഞാൻ കാണിക്കാം. അങ്ങനെ വലിയ വില കൂടിയിട്ടുള്ള സാരീസ് അങ്ങനെയൊന്നുമല്ല. ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറേ സാരീസാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഇവിടെ അമ്മ ആദ്യം മുതൽ വെച്ചിരുന്നത് എങ്ങനെയാ വെച്ചാല് പഴയതൊക്കെ താഴെയും ബാക്കിയുള്ളതൊക്കെ മുകളിലോട്ട് അങ്ങനെയായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ മൊത്തം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനി ഓരോന്നും ഇങ്ങോട്ടേക്ക് ബെഡിലോട്ട് എടുത്ത് വെച്ചിട്ട് തുടങ്ങാനാട്ടോ. അപ്പം ഇതാട്ടോ അമ്മയുടെ സാരി കളക്ഷൻസ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് സെറ്റ് സാരീസും ഉണ്ട്. സെറ്റ് സാരി സെപ്പറേറ്റ് ആയിട്ട് അമ്മ വെച്ചിരിക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓരോ ലെയറിലുള്ളത് ആദ്യം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒതുക്കി ഒതുക്കി തിരിച്ചു വെക്കാന്നുള്ള രീതിയിലാട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് തീരില്ല. അപ്പം നമുക്ക് തുടങ്ങാട്ടോ. ഇത് ഏറ്റവും താഴെയുള്ള ലെയറാട്ടോ. അത് ആദ്യം നമുക്ക് ബെഡിലേക്ക് എടുത്ത് വെക്കാം. ഈ ഒരു സെക്ഷൻ ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോ സാരിക്കും ഓരോരോ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പപ്പോ പറയാട്ടോ. അപ്പം ഇത് അമ്മയുടെ കല്യാണ സാരിയാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? ഞാൻ പൊതുവെ സാരി ലവറാട്ടോ. അതായത് സാരി ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു മെച്യൂരിറ്റി വരുന്നുള്ളത് എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അധികം സാരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇരുചേട്ടനും ഞാൻ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സാരി ഉടുക്കുന്നത് പൊതുവെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ഇതൊക്കെ കാണുകയാണെങ്കിൽ ഞാനപ്പോൾ വാങ്ങിച്ചും വെക്കും കേട്ടോ. ഈ സാരിക്കൊന്നും ഒരു കേടുമില്ല. ഈ ഒരു സാരിയുടെ പഴക്കം എന്ന് പറഞ്ഞാൽ 32 വർഷമായിരുന്നു. പക്ഷെ ഇത് കണ്ടാൽ തോന്നും 32 വർഷമായ ഒരു സാരിയാണ് എന്നുള്ളത്. എന്ത് ഭംഗിയാലേ, അടിപൊളി സാധനമല്ലേ ഇത്. അമ്മ അത് നന്നായിട്ട് സൂക്ഷിച്ചും വെക്കും കേട്ടോ. അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പം ഇതാണ് അപ്പം ഫസ്റ്റ് സാരി കേട്ടോ. ഇനി നമുക്കിത് അതുപോലെ ഒതുക്കിയും വെക്കാം. ഇതാണ് കേട്ടോ അടുത്ത സാരി. ഇത് അമ്മയുടെ സെക്കൻഡ് സാരി കേട്ടോ. കല്യാണത്തിന്റെ സെക്കൻഡ് സാരിയാണിത്. എനിക്ക് തോന്നുന്നത് ഇതാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സാരി ഇതാണ്. മറ്റേതെന്ന് പറയുന്നത് അതായത് നമ്മൾ സാരി മാറ്റില്ലേ, അങ്ങനെ അച്ഛൻ കൊടുത്തിട്ടുള്ള സാരിയാണ് അത്. അപ്പം അന്നൊക്കെ റെഡ് ആയിരുന്നല്ലോ കൂടുതലും. കല്യാണത്തിന് പൊതുവെ റെഡാണല്ലോ എടുക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇങ്ങനെ വേറെ വേറെ ഷെയ്ഡൊക്കെ വരാൻ തുടങ്ങിയത്. ഇതും അടിപൊളി സാരി കേട്ടോ. ഇതിനും ഒരു കുഴപ്പമില്ല. ഇതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ ബോർഡർ ആകുന്നു കേട്ടോ. ബോർഡറാണ്. ഇതിനൊരു കുഴപ്പമില്ല. കണ്ടോ, നമുക്ക് ഷെയ്ഡ്, അതായത് ആ ഒരു വെളിച്ചം ഇല്ലാത്തോണ്ടേ ഷെയ്ഡ് മനസ്സിലാവില്ല. കുറെ സാരീസിന്റെ കഥ എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ തലാണല്ല, ഇതാട്ടോ എൻ്റെ അമ്മ. അപ്പൊ അമ്മയും കൂടെ കൂടുന്നുണ്ട് എൻ്റെ കൂടെ ഒതുക്കി വെക്കാൻ. അമ്മയ്ക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അമ്മ മാറി നിൽക്കുന്നുണ്ട്. അമ്മ ഇത് നിങ്ങൾക്ക് ആര് മേടിച്ചതാ? അതഞ്ചു. ഇത് ചേച്ചി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സാരി കേട്ടോ. ഹാൻഡ്ലൂം അല്ലേ ഇത്? ഹാൻഡ്ലൂം ആണ്. ഇതിന് ഏകദേശം എത്ര പഴക്കുണ്ടാവും? അത് 8-10 വർഷം ഉണ്ടാവും. 8-10 വർഷം പഴക്കമുണ്ട് ഈ സാരിക്ക്. അടിപൊളിയാ അല്ലേ? ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കും. നന്നായി ചുളിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒതുക്കി
നീറ്റായി മടക്കി വയ്ക്കാം. പിടിക്കാമോ? ഇനി അടുത്തൊരു സാരി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. എന്റെ ബ്ലൗസ് ചാടി, കുഴപ്പമില്ല. ഇത് അമ്മയ്ക്ക് അച്ഛന് 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാട്ടോ. അതായത് ഇതിന്റെ കൂടെ ഒരു ചുരിദാറും കൂടെ ഉണ്ട് അല്ലേ മാം? ഒരു ചുരിദാറും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സാരിയാണ്. എന്തൊരു നല്ല ഷെയ്ഡാ അല്ലേ? നല്ല അപ്പൊ അടുത്തൊരു സാരി കേട്ടോ. ഇത് അമ്മയ്ക്ക് ചേച്ചിയുടെ വെഡിങ്ങിന് വാങ്ങിച്ചതാണ്. ഇത് എന്ത് രസാലേ കാണാന്, നല്ല അടിപൊളിയല്ലേ? ഇന്നിപ്പോ ഇത്രയും ഗോൾഡൻ ഷെയ്ഡൊന്നും വലിയ ഒരു ട്രെൻഡില്ല. അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാലും നല്ല നല്ല സാരി അത്. അപ്പൊ ഇത് ചേച്ചിയുടെ വെഡിങ്ങിന് അമ്മയ്ക്ക് വാങ്ങിച്ച സാരി. ഇത് നമുക്ക് അതുപോലെ മടക്കി വെക്കാം. ഇനി അടുത്തൊരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ടോ. ഇതും ഏകദേശം ഒരു ഹാൻഡ്ലൂം ആണ് തോന്നുന്നു. നല്ല സാരി അല്ലേ? ഉടുത്താലും ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാട്ടോ അത്. ഇതിപ്പോ ഇതിന്റെ സ്റ്റോറി എനിക്കറിയില്ല, കുഴപ്പമില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഒതുക്കി വെക്കാം. അമ്മയ്ക്ക് ഇത്രയും സാരീസ് ഒക്കെ വരാൻ കാരണം എന്താ വെച്ചാല്, എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വാങ്ങിക്കുമ്പോഴേ ആ സാരി ആ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കും. അതാണ് അമ്മയ്ക്ക് ഇത്രയും സാരീസ് കൂടാൻ കാരണം. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് അമ്മയ്ക്ക് ഒരുപാട് സാരീസ് വന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു സാരി കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് ഓണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഏതോ ഒരു ഓണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ഓണത്തിനല്ല, അതിന്റെ മുന്നത്തെ ഓണത്തിനൊക്കെയാണ് ഇത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാട്ട്. ഇതും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്ന സാരിയാണ്. ആ ടൈപ്പൊക്കെ നമുക്ക് ആദ്യം ഒതുക്കി വെക്കും. അടുത്തൊരു സാരി കേട്ടോ. ഈ ഒരു സാരി ഇത് അടിപൊളി നീല ഷെയ്ഡ്. ഇത് അടിപൊളി സാരി അല്ലേ? ഇത് ഒരു നേവി ബ്ലൂവും ഒരു എന്താ പറയാ ഗോൾഡൻ അല്ല, ഒരു മാറ്റേ ഗോൾഡ് ടൈപ്പ് ആന്റിക് ഷെയ്ഡ് ഉള്ള ഒരു ബോർഡർ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊന്ന് വൃത്തിയിൽ ഒതുക്കാം. ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാട്ടോ അമ്മയ്ക്ക്. എന്തെങ്കിലുമൊക്കെ കല്യാണമോ ഒക്കെ വരുമ്പോ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ സാരിയൊക്കെ. ഇത് ചേച്ചിയുടെ സാരി കേട്ടോ. ചേച്ചിക്ക് ആരുടെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സാരി. ഇത് ചേച്ചി ആ കല്യാണത്തിന് എടുത്തു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അമ്മയുടെ സാരിയാണ്. നല്ല ഷെയ്ഡല്ലേ, ഒരു മെറൂൺ ഷെയ്ഡില്. ഇനി അടുത്ത ഈ ഒരു സാരി കേട്ടോ. ഇത് എൻ്റെ കല്യാണത്തിന് അതായത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് എടുത്ത സാരി കേട്ടോ. അത് അടിപൊളിയല്ലേ? അന്ന് അമ്മയ്ക്ക് ആഗ്രഹം എന്തായിരുന്നു വെച്ചാല് പച്ചയും അതായത് ഗ്രീൻ റെഡ് ഷെയ്ഡ് കോമ്പിനേഷൻ വേണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം കേട്ടോ. അങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തതാട്ടോ ഈ ഒരു സാരി. നല്ലായിരുന്നു. ഇതുണ്ടല്ലോ, ഇത് ഗിരിശേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് എടുത്തു കൊടുത്ത സാരി കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് ഗിരിശേട്ടന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത സാരിയാണ് ഇത്. ഇതും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി കളറാണ്. ഒരു റോസും ഓറഞ്ചും കൂടെ കൂടിയിട്ടുള്ള നല്ല സാരി അത് കണ്ടോ. ഈ സാരി കണ്ടോ. ഈ സാരി ഞാൻ ഒത്തിരി തവണ ഞാൻ കൊടുത്തിട്ടുള്ള സാരിയാണ്. ഇതെന്റെ വിരുന്ന് സാരിയാണ്. അതായത് ഈശ്വരന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിരുന്നിന് തന്നിട്ടുള്ള സാരി കേട്ടോ. അതായത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എടുത്തു വരില്ലേ, ആ ഒരു സാരിയാണിത്. ഇത് നല്ല സാരിയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒത്തിരി തവണ കൊടുത്തിട്ടുണ്ട്. അമ്മ കൊടുത്തിട്ടുണ്ട്. നല്ല കളർ ഷെയ്ഡല്ലേ ഇത്. സൂപ്പർ സാരി കേട്ടോ ഇത്. അടുത്തൊരു സാരി കേട്ടോ ഇത് അമ്മയ്ക്ക് ചേച്ചി കൊണ്ട് കൊടുത്തിട്ടുള്ള സാരി കേട്ടോ. ഇത് നൈസല്ലേ, നല്ല കളർ കോമ്പോ അല്ലേ. അടുത്തൊരു സാരിയാണ്. ഇത് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചതാട്ടോ അത്. ഇനി ഇത് കേട്ടോ. ഇതിപ്പം ഇതും ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണോ? അല്ല, ഇത് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതല്ല. ഇത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഒരു കല്യാണത്തിന് വാങ്ങിച്ചതാട്ടോ. അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ഇത് തിരിഞ്ഞായിരിക്കുന്നത്. നമുക്ക് ശരിക്കും നിവർത്തിയിട്ട് തിരിച്ച് മടക്കാം.
ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. കണ്ടോ, നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരി കേട്ടോ ഇത്. ഞാൻ BEdന് പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉടുത്ത് പോകാൻ ടൈപ്പ് കുറച്ച് സാരീസ് ഞാൻ മേടിച്ചിരുന്നു. ചെറിയ വിലക്ക് കിട്ടോ. ഞങ്ങൾക്ക് അവിടുന്ന് കോട്ടയത്ത് ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതിലെ ഒരു 5-6 സാരി ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അമ്മയുടെ കുറേ സാരി ഉണ്ടാവും, പിന്നെ അതേപോലെ കരുനാപ്പള്ളി ഇരിശേട്ടൻ്റെ അമ്മയുടെ കുറേ സാരി ഉണ്ടാവും. അങ്ങനെ ആ സാരീസ് ആയിരുന്നു ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലെ കുറച്ച് സാരീസ് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സാരി. ഇതിന് ഞാൻ പല പല ബ്ലൗസസ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഇതിന് ഞാൻ ഒരു റെഡ് ഇടായിരുന്നു, പിന്നെ കോഫി ബ്രൗണ്, ബ്ലാക്ക്, അങ്ങനെ പല ഷെയ്ഡിലുള്ള ബ്ലൗസ് ഞാൻ ഇടുമായിരുന്നു. നല്ല സാരി ഉടുത്താൽ നമുക്ക് അതുപോലെ അതായത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി കേട്ടോ. അപ്പൊ ഈ സാരി ഒന്ന്. പിന്നെ അടുത്തൊരു സാരി ഇത് BEdന് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്ത സാരി. ഇത് സെക്കൻഡ് സാരി. ദെൻ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സാരി കേട്ടോ. 200-ഓ 100-ഓ അങ്ങനെ എന്തോ ഇതായിരുന്നു. അതിന്റെ പല്ലു. ഇത് ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി. അതിന്റെ പല്ലുവാണ് ഈ ഒരു ഇത്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ബ്ലൗസിനൊക്കെ എടുക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിരുന്നു. ഇതും BEdന് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സാരി കേട്ടോ. ഇതാണ്ടോ ഈ സാരി. നല്ല സാരിയാണ്. ഇതിലേക്ക് ഞാൻ ആ കോഫി ബ്രൗൺ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അടിപൊളിയല്ലേ? ഈ ഒരു സാരി ഉണ്ടോ? ഈ സാരി ഇരിശേട്ടൻ്റെ അമ്മയുടെ സാരി കേട്ടോ. എനിക്ക് BEdന് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന് അമ്മ എനിക്ക് തന്നിരുന്ന സാരിയാണ്. ഇതിനൊരു ബ്ലാക്ക് മുന്താണിയാണ് വരുന്നത്. അമ്മേനോട് ഞാൻ പറയും എനിക്ക് ബ്ലാക്ക് ബ്ലൗസിനൊക്കെ ഇടാൻ പറ്റുന്ന സാരീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെ എടുത്തു വെക്കുന്നതാട്ടോ ഇത്. അപ്പൊ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മ എടുത്തു. അതാണിത്. ഈ സാരി ഉണ്ടല്ലോ, ഇതെന്റെ BEdന്റെ യൂണിഫോം സാരി ആയിരുന്നു കേട്ടോ. ഇതിന് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ കലങ്കാരി ടൈപ്പ് ബ്ലൗസ് ആയിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര ഷിഫോണാ തോന്നുന്നു. ഷിഫോണോ ജോർജറ്റോ മെറ്റീരിയൽ ആട്ടോ. എനിക്ക് മെറ്റീരിയൽ ഒന്നും പറയാറില്ല. അപ്പം അത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. അമ്മയ്ക്ക് ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ അമ്മ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ സാരി. അത്ര എണ്ണാണ് ഞാൻ അമ്മയ്ക്ക് BEd പഠിച്ചിരുന്ന സമയത്ത് കൊണ്ട് കൊടുത്തിരുന്ന സാരി. ഇനി ഇതുണ്ടല്ലോ, ഇത് ഞാൻ PGക്ക് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അഗാറോഷ് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ SB കോളേജിലായിരുന്നു കേട്ടോ PG പഠിച്ചിരുന്നത്. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ ഒരു യൂണിഫോം ആയിരുന്നു ഇത്. ഡ്രസ് കോഡായിരുന്നു കേട്ടോ ഇത്. നല്ല സാരി ആയിരുന്നു. റെഡ് നെറ്റിന്റെ ഒരു ബ്ലൗസ് ആയിരുന്നു ഇത്. ഞങ്ങൾ അടുത്തൊരു സാരി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സാരി കേട്ടോ. ഇതെനിക്ക് ഇരിശേട്ടൻ്റെ മാമൻ്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിച്ച സാരി കേട്ടോ. ഇത് ഞാനൊരു യെല്ലോ ബ്ലൗസൊക്കെയാണ് ഇട്ടിരുന്നത്. എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് ഉള്ള ഒരു യെല്ലോ ബ്ലൗസാണ് ഇതിന് ഇട്ടിരുന്നത്. നല്ല ഭംഗിയുള്ള സാരി. അത് അമ്മയ്ക്ക് കൊടുത്തു. പറഞ്ഞാൽ ഇതും എൻ്റെ സാരി കേട്ടോ, പച്ച. അതായത് ഇത് ആ സമയത്ത് ഈ ഒരു ടൈപ്പ് ഈ പാറ്റേണിലുള്ള സാരീസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരി. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു 10 ആൾക്കാർക്ക് ഈ ടൈപ്പ് ഓഫ് സാരി ഉണ്ടായിരിക്കും. ഈ സെയിം കളറിൽ ഇതിലേക്ക് ഞാൻ റെഡ് ബ്ലൗസ് ആയിരുന്നു ഇട്ടിരുന്നത്. അതേപോലെ റെഡ് ബ്ലൗസ് ഇട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഞാൻ പതുക്കെ ഞാൻ ഇതങ്ങ് ഒഴിവാക്കി. ഈ ഒരു സാരി ഉണ്ടോ, ഇത് ഒരു പ്രിന്റ് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് വലിയ പ്രിന്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. പക്ഷെ ഇത് നല്ല സുഖമായിട്ട് ഞാൻ BEdന് ഞാൻ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ബ്ലൗസിന്, ബ്ലാക്ക് അല്ല, ഒരു കോഫി ബ്രൗൺ ബ്ലൗസിന്, വെൽവെറ്റിന്റെ ഒരു കോഫി ബ്രൗൺ ബ്ലൗസിന്. പക്ഷെ ഇത് നല്ല അമ്മയ്ക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. ഇത് നല്ല നല്ല സാരി. ഇത് പിന്നെ ചേച്ചിയുടെ ഒരു സാരി ആട്ടോ. ചേച്ചിക്ക് ആരുടെ കല്യാണം എനിക്ക് ഓർമ്മയില്ല. ഞാനും ചേച്ചിയും കൂടെ പോയി റിസപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിക്കില്ലേ, അങ്ങനെ വാങ്ങിച്ച് ഈ ബോർഡറിലൊക്കെ കണ്ടോ, ഈ ബോർഡറിലൊക്കെ ഇങ്ങനെ ലേസൊക്കെ കൊടുത്ത് അതുപോലെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ഒരു പീസസ് ഒക്കെ കൊടുത്ത് ചെയ്തതാണ്. ഞങ്ങളുടേതായിട്ടുള്ള ക്രിയേഷനാണ്. നല്ല സാരി ആയിരുന്നു കേട്ടോ. ഒതുങ്ങി നിൽക്കുന്ന തുണിയാണിത്. ഒരു പ്രത്യേക ഒരു ജൂട്ട് ടൈപ്പുള്ള ഒരു തുണിയാണ്. നല്ല സാരിയാണ്. ഇനി അടുത്തൊരു സാരി കേട്ടോ. ഇത് അമ്മയുടെ ചേച്ചി അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അതായത് മൂത്ത
മൂത്ത മകന്റെ റിസപ്ഷന്, അമ്മയുടെ ചേച്ചിയുടെ മൂത്ത മകന്റെ റിസപ്ഷന് അമ്മയ്ക്ക് ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാണ്. അടിപൊളിയല്ലേ? നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ബോർഡർ അന്ന്, അതായത് റിസപ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ബോർഡർ എന്ന കുറച്ച് എന്താ പറയാ ഒരു വർക്ക് വേണം ഇനി, അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഇത്. നല്ല ഇത് എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിന് എനിക്ക് വാങ്ങിച്ച സാരി ആട്ടോ അത്. ഈ സെയിം കളർ ബ്ലൗസും ആണ്. കണ്ടോ നല്ലല്ലേ ഇത്? ഇത് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് വെച്ചാൽ ഞാൻ എൻ്റെ സാരീസൊക്കെ കൊടുത്തിട്ടുള്ള ഫോട്ടോസ് വല്ലതും ഉണ്ട് വെച്ചാൽ ഞാനിത് ഇതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. കേട്ടോ ഇതും അതെ. ഇത് അമ്മയ്ക്ക് ഓപ്പച്ചേച്ചി എന്ന് പറയുന്ന അമ്മയുടെ ചേച്ചിയാണ്. ഞങ്ങൾ ഓപ്പച്ചേച്ചി എന്ന് വിളിക്കുന്നത്. അമ്മയുടെ ഓപ്പയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഓപ്പച്ചേച്ചി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓപ്പച്ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാരി കേട്ടോ അത്. ഇത് ഞാനും കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ അടുത്തൊരു സാരി അച്ഛൻ്റെ പെങ്ങൾ ഗിഫ്റ്റ് ചെയ്തതാട്ടോ, അവരുടെ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. നല്ല സാരി അല്ലേ? നല്ല ഷെയ്ഡാ. ഇതേപോലെ തന്നെയാണ് 3 പേർക്കും, അതായത് അമ്മയ്ക്കും 2 ചെറുമ്മമാർക്കും ഒരേപോലത്തെ സാരി ആട്ടോ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അവരൊരു ഡ്രസ് കോഡായിരുന്നു. നല്ലായിരുന്നു. ഇതൊരു പഴയ സാരി ആട്ടോ, അതായത് ഒത്തിരി പഴക്കമുണ്ട് ഇതിന്. ഇത് അമ്മയുടെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഇത്. നല്ല സാരിയാണ്. ഇതൊരു വെൽവെറ്റിന്റെ ഒരു പ്രിന്റാ വരുന്നത് കേട്ടോ. ഇത് ഒത്തിരി പഴക്കമുണ്ട് ഇത്. അടുത്തൊരു സാരി, ഇത് റിസപ്ഷന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാ. അമ്മയുടെ ചേച്ചിയുടെ ഇളയ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതാ. നല്ലതല്ലേ? നല്ല ഷെയ്ഡാട്ടോ. അമ്മയ്ക്ക് അന്ന് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പീച്ച് ഷെയ്ഡാണ്. ഞാൻ അടുത്ത സെക്ഷൻ എടുക്കട്ടെ കേട്ടോ. ഇതാട്ടോ അടുത്ത സെക്ഷൻ. എത്രയല്ലേ സാരി? ഇതിലിപ്പോ പകുതിയേ ഉള്ളൂ. പകുതി ആർക്കൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് ചേച്ചി രാജസ്ഥാനിൽ പോയപ്പോ വാങ്ങിച്ചു കൊടുത്ത സാരി കേട്ടോ. ഇതാട്ടോ അടുത്തൊരു സാരി. ഇത് ആരുടെ കല്യാണത്തിന് എടുത്തു കൊടുത്തതാ തോന്നുന്നുണ്ട്. അച്ഛന്റെ മൂത്ത പെങ്ങളെ മകന്റെ കല്യാണത്തിന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാ. അമ്മയ്ക്ക് അധികം ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. പിന്നെ അച്ഛനും ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സാരി കേട്ടോ. അതായത് അച്ഛന്റെ പെങ്ങളെ മകന്റെ കല്യാണത്തിന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാ. ഇത് ഏകദേശം അമ്മയ്ക്ക് എന്റെ വിരുന്ന സാരിയുടെ ഒക്കെ ഒരു പോലെ തോന്നിയായിരുന്നു. അന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. പക്ഷെ വീട്ടിലെത്തിയപ്പോ അമ്മയ്ക്ക് പിന്നെ ഒരു എന്താ പറയാ ഉള്ള കളർ തന്നെ ആയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നു. പക്ഷെ അത് ഉടുത്തപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്രിന്റ് ഉണ്ട്. ഇതിന്റെ പല്ലു ഇതാട്ടോ. നല്ല നല്ല സാരിയാ. ചെറിയ ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാല് ഇതാട്ടോ ഈ ഒരു സാരി. ഇത് എൻ്റെ സാരിയാണ്. അതായത് മാത്തന്റെ 28-ന് എനിക്കെടുത്ത സാരി കേട്ടോ ഇത്. ഇതിന് ഫോട്ടോ ഉണ്ടിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്ക് സെയിം ഡ്രസ് കോഡ് പോലെ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതന്നെ ഈ മെറ്റീരിയലിന്റെ തന്നെ കുർത്തിയായിരുന്നു ഇരുചേട്ടന്. ഇതിന്റെ തന്നെ ഈ സെയിം സാധനം തന്നെയായിരുന്നു മാത്തന്റെ. അന്ന് എന്തായിരുന്നു ഷർട്ടല്ല കുർത്തി പോലെ അവനും തയ്ച്ചായിരുന്നു. അന്ന് ഞാൻ എടുക്കാൻ പോയപ്പോൾ എന്തായിരുന്നു വിചാരിച്ചതെന്ന് വെച്ചാൽ അവർക്കും കൂടെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ചിലപ്പോൾ അവർക്ക് പറ്റില്ല, ഇങ്ങനെ ഗ്ലോസി ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ആ ടൈപ്പ് വേണ്ട, ഇച്ചിരി ഒരു ഒതുങ്ങി കോട്ടൺ പോലത്തെ വേണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ എടുത്തു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നത്. അപ്പൊ അന്ന് ഇരുചേട്ടൻ പറഞ്ഞെന്ന ഐഡിയ ആയിരുന്നു കേട്ടോ ഇത്. അതായത് നല്ലൊരു ബോർഡർ വാങ്ങിച്ചിട്ട് വെച്ചു. പക്ഷെ എന്നിട്ട് പിന്നെ ബ്ലൗസിലും ഇതുപോലെ തന്നെ നല്ലൊരു ബോർഡർ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇടാട്ടോ. ചേച്ചിക്ക് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത സാരി കേട്ടോ. ഇതിനൊരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു. ആ ബ്ലൗസ് ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടോന്ന് അറിയില്ല. ഒത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ ഇതിന്. ഒരു സമയത്ത് ഹാൻഡ്ലൂമിന്റെ നല്ല, അതായത് ട്രെൻഡ് ആയിട്ട് ഇരുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അമ്മയ്ക്ക് വാങ്ങിച്ചു തരുന്ന സാരി കേട്ടോ അതൊക്കെ. അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് തന്നെ അത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഉടുക്കുമ്പോ അമ്മയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തൊരു സാരി കേട്ടോ ഇത് ആക്ച്വലി അമ്മയ്ക്ക് അമ്മയുടെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അടിപൊളി കളർ, അടിപൊളി സാരിയാണ്. ഒത്തിരി പഴക്കമുണ്ട് ഇതിന്. പക്ഷെ നോക്കി എപ്പോഴും ഇത് കഴിഞ്ഞ ആളുടെ കല്യാണത്തിനും കൂടെ ഞാൻ അമ്മയുടെ അങ്ങനെ വാർഡ്രോബ് നോക്കി എനിക്ക് ഏതെങ്കിലും സാരി എടുക്കാനുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ
കുറേ പേര് കണ്ടതല്ലേ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി അത്. ഒരു ഓണത്തിന് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാട്ടോ. അന്ന് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. ഏതായിരുന്നു അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് കണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ മുന്നേ ഒരു സാരി വാങ്ങിച്ചത് എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം ഓണത്തിന് അമ്മയ്ക്കും ഇരുചേട്ടൻ്റെ അമ്മയ്ക്കും ആ ഒരു പേജിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഈ സാരി വന്നപ്പോൾ ആ ഫോട്ടോയിലുള്ള അതേപോലെ അല്ലായിരുന്നു. അതായത് ഇച്ചിരി ഡള്ളായിരുന്നു. ഈ ഷെയ്ഡാണ്, പക്ഷെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഈ ഒരു മെറൂണ് നല്ല ഡാർക്ക് മെറൂൺ ആയിരുന്നു അവർ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ കണ്ട ഒരു ചെക്ക് ഡിസൈന് അതൊന്നും ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിരുന്നു. അപ്പൊ എനിക്കത് അമ്മ പണ്ട് പറയായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഷെയ്ഡിലുള്ള സാരി വേണം എന്നുള്ളത് എപ്പോഴും പറയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കി വാങ്ങിച്ചത്. പക്ഷെ ഇത് മോശമായി, ക്ലോത്തും ഭയങ്കര മോശമാണ്, ഒരു പോളിസ്റ്റർ ടൈപ്പ് ക്ലോത്ത്. പക്ഷെ ഇരുചേട്ടൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചത് നല്ല സാരി കിട്ടുകയും ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ആ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാലും അമ്മ ഒത്തിരി തവണ എടുത്തായിരുന്നു കേട്ടോ. അമ്മ ഇത് എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും നല്ല സാരിയാന്ന് പറയും. പിന്നെ അടുത്തൊരു സാരി കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ സാരിയല്ല, ഇരുചേട്ടൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഓണത്തിന് വാങ്ങിച്ചതാണ്. പക്ഷെ ബ്ലാക്ക് ആയിരുന്നു. ഞങ്ങൾക്ക് പൊതുവെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ബ്ലാക്കിനോട് വലിയൊരു താല്പര്യമില്ല. പക്ഷെ നമ്മളെ കൊടുക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അമ്മ തന്നതാണ്. എനിക്ക് ഇരുചേട്ടൻ്റെ അമ്മ ഇത് തന്നു. അപ്പം ഞാൻ BEd ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ തീർത്തിരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തത്. അമ്മയ്ക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അമ്മയും കുറേ പ്രാവശ്യം അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ സാരി ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാട്ടോ. സാരി ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഭംഗി തോന്നില്ല. പക്ഷെ ഇതിലേക്കുണ്ടല്ലോ റെഡ് ബ്ലൗസ് ആയിരുന്നു. ബ്ലൗസ് ഇല്ല, റെഡ് ബ്ലൗസ്. ആ ബ്ലൗസും ഇതും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി സാരി ആയിരുന്നത്. ഇനി അടുത്തൊരു സാരി. ഇത് അടേ കല്യാണത്തിന് അമ്മയ്ക്ക് വാങ്ങിച്ചതായിരുന്നു, അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. നല്ല ഓറഞ്ച് ഷെയ്ഡ്, നല്ല സാരി കേട്ടോ. ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ, പക്ഷെ കണ്ടാൽ തോന്നില്ലല്ലോ. ഇനി ഇത് ചേച്ചി കൊടുത്ത സാരിയാന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ സാരി. ഇത് അമ്മയ്ക്ക് ചേച്ചി വാങ്ങിച്ചു കൊടുത്ത സാരി കേട്ടോ. അത് നല്ല സാരി അല്ലേ, ബ്ലാക്ക് ഒരു റോസ് ബോർഡറൊക്കെ വന്നിട്ട് നല്ല. ഇത് ഇപ്പം അടുത്ത് ഒരു കസിൻ്റെ കല്യാണത്തിന് ചേച്ചി കൊടുത്തിരുന്ന സാരി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അമ്മയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒത്തിരി സാരി വരുന്നത്. ഞങ്ങൾ എന്തെങ്കിലും കല്യാണത്തിന് സാരി വാങ്ങിക്കും, അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കും. അതായത് ആ ഒരു ഫംഗ്ഷന് മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ. പിന്നെ അതായത് സാരി ഉടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കസിൻ്റെ അങ്ങനെയുള്ള കല്യാണത്തിനൊക്കെ ഞങ്ങൾ സാരീസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ആ സാരി ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫംഗ്ഷൻ വരുമ്പോഴും നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കും. കാരണം എന്താ വെച്ചാൽ അതും അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പം നമുക്ക് വാങ്ങിക്കാതിരിക്കാനൊരു ഓപ്ഷനും ഇല്ല. അപ്പം നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ആ മറ്റേ സാരി അമ്മയ്ക്ക് കൊടുക്കും. അമ്മയാകുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അമ്മ സാരിയാണ് കൊടുക്കുന്നത്. അപ്പം അമ്മയ്ക്കത് യൂസ് ആവുന്നുണ്ട്. ഇത് ചേച്ചിയുടെ സാരി കേട്ടോ. ചേച്ചിയുടെ സാരി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള, അവരുടെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാരിയായിരുന്നു. ചേച്ചി ഒരു കല്യാണത്തിനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സാരിയാണ്, അടിപൊളി. ഇതാ അടുത്തൊരു സാരിയാണ്. ഇത് ചേച്ചിയുടെ സാരിയാണ്. ചേച്ചിയുടെ അതായത് ഞങ്ങളുടെ കസിന്റെ കല്യാണത്തിന് ചേച്ചിക്ക് വാങ്ങിയിട്ടുള്ള സാരി കേട്ടോ. നല്ല സാരിയല്ലേ, അടിപൊളിയായിരുന്നു. ഇതും ചേച്ചിയുടെ സാരി കേട്ടോ. ഇതൊരു കസിന്റെ കല്യാണത്തിന് ചേച്ചി വാങ്ങിച്ചിരുന്ന സാരിയാണ്, ചേച്ചി കൊടുത്തിരുന്ന സാരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു. ഇത് കണ്ടോ, ഇത് ഓപ്പ ചേച്ചി അമ്മയ്ക്ക് എടുത്ത് കൊടുത്ത സാരി കേട്ടോ. ഇത് നല്ലല്ലേ. ഇതിലേക്ക് ഈ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ഉള്ളത്, പക്ഷെ അതിനെക്കാട്ടിലും കോഫി ബ്രൗൺ ഒന്നുകൂടെ ഇതിലേക്ക് ചേരുമായിരുന്നു. നല്ലല്ലേ. ഇതാട്ടോ അടുത്തൊരു സാരി, നല്ല ഭംഗിയില്ലേ. ഇത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാ, അടിപൊളി. ഇത് അടുത്തൊരു സാരി കേട്ടോ. ഈ സാരി ഇത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഈ ചുരിദാർ മെറ്റീരിയൽ ഒക്കെ ഇല്ലേ, അതുപോലെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കസിൻ്റെ ഞങ്ങളുടെ അച്ഛൻ പെങ്ങളെ മകന്റെ കല്യാണത്തിന് അമ്മയ്ക്കും 2 ചെറിയമ്മമാർക്കും ഒരേപോലെ ഉടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഡ്രസ് കോഡ് പോലെ ചെയ്തതാണ് കേട്ടോ. അത് ഇതും അതിൻ്റെ ബ്ലൗസും. ഇതാണ് ബ്ലൗസ്, നല്ലായിരുന്നു. ഇനി ഇതുണ്ടല്ലോ, ഇത് എൻ്റെ സാരി കേട്ടോ.
അതായത് എനിക്ക് റെഡ് സാരി എടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഒരു കസിന്റെ കല്യാണം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ ഒരു ഷെയ്ഡ് റെഡ് എന്ന് വെച്ചാൽ ഇതൊരു റാണി പിങ്ക് ആണോ ചോദിച്ചല്ല, റെഡ് ആണോ ചോദിച്ചല്ല, അതിന്റെ ഇടയിലുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തു വന്നു. പക്ഷെ ഇതിന്റെ ബ്ലൗസ് തയ്ച്ച് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര വണ്ണൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ എനിക്ക് ഇതിനോടൊരു ഇഷ്ടക്കുറവ് വന്നു. അങ്ങനെ ഇത് ഉടുക്കാതെ ഇങ്ങനെ വെച്ച് വേറൊരു കല്യാണം വന്നപ്പോൾ ഞാൻ ഇത് ഉടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നല്ല സാരിയാണ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഇതിനോട് പിന്നെയും ഒരു ഇഷ്ടം വന്നു. പിന്നെ ഇപ്പൊ 1-2 തവണ ഞാൻ എടുത്തപ്പോൾ അമ്മയ്ക്ക് കൊടുത്തതാട്ടോ. നല്ല സാരി അത്. ഇതിന്റെ ഫോട്ടോ ഉണ്ടിച്ചാൽ ഞാൻ ഇടാട്ടോ. ഇതാട്ടോ അടുത്തൊരു സാരി, പ്ലെയിൻ ബ്ലൂ, നേവി ബ്ലൂ സാരി. പ്ലെയിൻ ആണോ ചോദിച്ചാൽ അല്ല, ഇതില് ചെറിയൊരു വർക്ക് ഉണ്ട്. ഇതിന്റെ തന്നെ ഒരു മജന്ത ഷെയ്ഡാണ് ഞാൻ കരുനാഗപ്പള്ളി അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുത്തിരുന്നത്. ഒരു ഓണത്തിന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അമ്മയ്ക്ക് നീല്, കരുനാഗപ്പള്ളി അമ്മയ്ക്ക്, ഇരിശേട്ടൻ്റെ അമ്മയ്ക്ക് ഇതും മജന്ത ഷെയ്ഡും. ഇതിന്റെ ബ്ലൗസൊക്കെ അമ്മ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പൊ ഈ ബ്ലൗസും കൂടെ വരുമ്പോ നല്ല അടിപൊളിയായിരുന്നു കൊടുത്തപ്പോ. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇതാ അടുത്തൊരു സാരി ആട്ടോ ഇത്. ഇതിപ്പോ ചേച്ചിയുടെ സാരിയാണോ അമ്മയുടെ സാരിയാണോ എനിക്ക് ഓർമ്മയില്ല. ചേച്ചിയുടെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇത് കണ്ടോ അടുത്തൊരു സാരിയാണ് ഇതിപ്പോ നേരത്തെ കാണിച്ചത്. അപ്പൊ ഇതാണ് ഇരിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് എടുത്തിരുന്ന സാരി കേട്ടോ. നേരത്തെ കണ്ടത് ചേച്ചിയുടെ സാരിയാണ്. ചേച്ചിയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്തോ കൊടുത്തിരുന്ന സാരി കേട്ടോ. ഇതേപോലത്തെ ഒരു സാരി ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, അത് കാണിച്ചതാ. ഇതും ഈ സാരി ഇത് ഏകദേശം രണ്ടും സെയിം ആണ് കേട്ടോ. അതായത് സെയിം വെച്ചാൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന് ഇരിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതും ഒന്ന് ചേച്ചിയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ചേച്ചി കൊടുത്തിരുന്ന സാരിയാണ്. അത് ഏതാന്നുള്ളത് എനിക്കറിയില്ല, കൺഫ്യൂഷനാണ്. രണ്ടും ഏകദേശം ഒരേപോലത്തെ സാരിയാണ്. നല്ല ഇനി അടുത്തൊരു സാരി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അമ്മമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അമ്മമ്മ അറിയുമ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ ഈ സാരി. അമ്മമ്മയ്ക്ക് ഈ മഞ്ഞയുടെ ഡിഫറെന്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓറഞ്ച്, മഞ്ഞ ആയിക്കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് ഹാപ്പി ആയി, പിന്നെ ഒരു പ്രശ്നവുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം മേടിച്ചു കൊടുത്തത്. പക്ഷെ അമ്മമ്മയ്ക്ക് പിന്നെ ഇതിൽ ഈ പച്ച ഷെയ്ഡും ഇതൊക്കെ വന്നപ്പോൾ പിന്നെ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു കളറായതുകൊണ്ട് അമ്മമ്മ അധികം യൂസ് ചെയ്തില്ല. പിന്നെ അത് അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അമ്മ അത് അധികം കൊടുത്തിട്ടില്ല. ഇതിപ്പോ എവിടേക്കും അമ്മ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ബ്ലൗസാണിത്. നല്ല സാരി. അത് സമയമുണ്ട്, നമുക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അമ്മയുടെ സാരി കളക്ഷൻസ്. അതായത് സാരി കളക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് സാരീസ് ഇത്രയാണ്. ഇനി സെറ്റ് സാരി കളക്ഷൻസ് കാണിക്കാം കേട്ടോ. അതുണ്ട് ഒരു സെക്ഷൻ. ഇത്ര അമ്മയുടെ സെറ്റ് സാരി കളക്ഷനാണ്. ഓരോന്ന് കാണിക്കാം. ഇതൊരു സെറ്റും ഉണ്ട് കേട്ടോ, ബ്ലൂ. ഇത് ഇവിടുത്തെ താലപ്പൊലിക്ക് എന്തോ അമ്മ എടുത്തതാണേ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള സെറ്റും മുണ്ടും. ഇത് ഒരു സെറ്റ് സാരിയാണ്. ഒരു ഇങ്ങനെ ഇതൊക്കെ വന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂ സെറ്റ് സാരി. ഒത്തിരി സെറ്റ് സാരി കളക്ഷൻസ് ഉണ്ട്. കുറച്ചെണ്ണം അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നെ ഇത് കണ്ടാവും അടുത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അത് സെറ്റ് സാരിയാണ്. ഇതിലേക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇച്ചിരി പഴക്കമുണ്ട് അതിന്. പിന്നെ ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ഈ ടിഷ്യൂ സാരി ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു കസിന്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് എടുത്ത സാരിയാണിത്. നല്ല സാരി അത്. പിന്നെ ഇതൊരു സെറ്റ് സാരി കേട്ടോ. അത് സാധാ നോർമൽ സെറ്റ് സാരി. ഇത് നേരത്തെ കണ്ടില്ലേ, അതിന്റെ കൂടെ അമ്മയ്ക്ക് എടുത്തിരുന്ന സാരി, അമ്മയുടെ സാരി. ഞങ്ങൾക്ക് 4-5 പേർക്ക് അങ്ങനത്തെ കളർ ചേഞ്ചും ഈ ഒരു പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള സാരിയായിരുന്നു. നല്ല സാരി അല്ലേ ഇത്. ഇനി ഇത് ഒരു മെറൂൺ ബോർഡർ ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റ് സാരി. ഇതിൻ്റെ ഒന്നും സ്റ്റോറി പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ എനിക്കറിയാം. ഇതെൻ്റെ സെറ്റ് സാരിയാണ്. എനിക്ക് കല്യാണ സമയത്ത് ഇരിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച സെറ്റ് സാരി ആട്ടത്.
നൈസ്. ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ അത്. ആ സമയത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതന്നെയായിരുന്നു അധികം ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അവിടെ കരുനാഗപ്പള്ളി അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് ആ ടിഷ്യൂ സാരീസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ചതാട്ടോ. കുത്താമ്പുള്ളി പോയി വാങ്ങിച്ചതാണ്. അപ്പം അമ്മയ്ക്ക് ഒരു പിങ്ക് ഷെയ്ഡും ചേച്ചിക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ്, പിന്നെ എൻ്റേതിനെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, പല പല കളേഴ്സ് മിക്സ് ആയിട്ടൊക്കെ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഡിസൈനിന് ഈ ഒരു നീല സ്കൈ ബ്ലൂ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ ബോർഡറിൽ റോസ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അത് വലിയ താല്പര്യം തോന്നിയില്ല. എനിക്ക് ഉടുത്തിട്ട് ഒരു അതായത് ഏത് ടൈപ്പ് ബ്ലൗസ് ഇതിന് ചേരും കൊടുക്കുന്നുള്ളതൊക്കെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മളുടെ ത്രെഡ് ഹൗസിൽ നിന്ന് കിട്ടും, അങ്ങനെ വാങ്ങിച്ചിട്ട് ഇതിന്റെ ബോർഡറിൽ കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ബോർഡറിൽ ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ടാട്ടോ വെച്ചത്. എന്നിട്ട് ഈ സെയിം കളർ ബ്ലൗസും അതിൽ ഇച്ചിരി സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ഇട്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവർക്കും എൻ്റെ സാരി ആയിരുന്നു അന്ന് നല്ല ഇഷ്ടമായത്. അതുവരെ ഒരു രസം ഉണ്ടായിരുന്നില്ല ഇതിന് അത്രയ്ക്ക്. അതായത് ആ ഒരു മൾട്ടി കളർ വന്നപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മാറ്റിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്, ഒരു വർക്കും ഇല്ല, പ്ലെയിൻ. ഇത് ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അത് അങ്ങനെ നോക്കി ഓൺലൈൻ വാങ്ങിച്ചതാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഏത് ബ്ലൗസും നമുക്ക് ഇടാം. ഏത് ബ്ലൗസും ഇപ്പൊ പ്രിന്റഡ് ഇടാം, അതായത് പ്ലെയിൻ ഇടാം. ഇതൊരു സെറ്റും മുണ്ടുമാണ് കേട്ടോ. സെറ്റും മുണ്ടും ഞാൻ പൊതുവെ സെറ്റും മുണ്ടും അങ്ങനെ ഉടുക്കാറില്ല, കാരണം എനിക്കൊരു ഷേപ്പ് കിട്ടാറില്ല. ഒന്നാമത് അത് ഉടുക്കാൻ അധികം അറിയില്ല, പക്ഷെ സാരി എനിക്ക് നന്നായിട്ട് ഉടുക്കാനും അറിയാം. ഇത് അമ്മയുടെ വേറൊരു സെറ്റും മുണ്ടും കേട്ടോ. ഇതാട്ടോ അതിന്റെ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അമ്മയുടെ സാരി കളക്ഷൻസ്. ഇനി ഞാൻ ഇതൊക്കെ പോയിട്ട് നല്ല ഒതുക്കി വൃത്തിയിൽ വെച്ചു കൊടുക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ ഇതമ്മ തല തിരിച്ചിടും. അപ്പൊ പിന്നെയും ഞങ്ങൾ വരുന്നു, ഒതുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അപ്പൊ ഈ സാരി കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസ് ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.